ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം എന്താണ്? എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ എങ്ങനെ നമുക്ക് പണം, പ്രശസ്തി എന്നിവയുണ്ടാക്കാം, അതുവഴി സന്തോഷമായി ഇരിക്കാം എന്നതാണ് ഭൂരിഭാഗം മനുഷ്യരുടെയും പ്രധാന ലക്ഷ്യം. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ സന്തോഷമായിരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഞാൻ ഇനി പറയാൻ പോകുന്ന ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 100% ഞാൻ ഗ്യാരണ്ടി തരും, നിങ്ങൾക്ക് മരണം വരെ ലൈഫിൽ ഹാപ്പി ആയിരിക്കാൻ പറ്റും. അവസാനം വരെ കേട്ടിട്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ മാത്രം സത്യസന്ധമായി കമന്റ് ചെയ്യുക. ഭൂരിഭാഗം പേരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് കാശ് കിട്ടിയാൽ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം കാശ് വേണം എന്നതിന് ഒരു വ്യക്തമായ ഉത്തരം ഈ പറയുന്ന വ്യക്തികൾക്ക് ഉണ്ടാവില്ല. ചിലവർ പറയും എനിക്ക് 1 ലക്ഷം കിട്ടിയാൽ മതി, ചിലവർ പറയും എനിക്ക് 1 കോടി കിട്ടിയാൽ മതി, ചിലവർ പറയും 10 കോടി കിട്ടിയാൽ മതി. അതായത് ഓരോരുത്തരുടെ പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് കാശിന്റെ വോളിയം മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? 25,000 മന്ത്ലി എക്സ്പെൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു 50,000 എക്സ്പെൻസ് ചെയ്യാനുള്ള സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും അപ്ഗ്രേഡ് ആവും. അതിൽ തർക്കമൊന്നുമില്ല. ജീവിത സാഹചര്യങ്ങൾ മാറും. നോർമലി യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ ഒരു നോർമൽ ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെയിം യൂസേജിനായിരിക്കും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഏറ്റവും ഹൈ ലെവലിലോട്ട് അത് അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഐഫോൺ എടുക്കും. പിന്നെ ഈ ചെറിയ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചിലായിട്ട് തോന്നും. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ ഒരു മാറ്റം പ്രതിഫലിക്കും. വീണ്ടും ഇതിനേക്കാൾ ഉയർന്ന സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു സോഴ്സ് ഓഫ് ഇൻകം കിട്ടിയത് കൊണ്ട് സന്തോഷിക്കാൻ പറ്റും? ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്നത് ആദ്യം എന്താണോ നമ്മുടെ കയ്യിൽ കറന്റ്ലി ഉള്ളത് അതിൽ സന്തോഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത പക്ഷം ജീവിതത്തിൽ എത്ര കാശ് നിങ്ങൾക്ക് കിട്ടിയാലും എത്ര സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കടന്നു വന്നാലും നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പാരിസൺ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മുടെ സിറ്റുവേഷൻ കമ്പയർ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ കയ്യിൽ വില കൂടിയ മൊബൈലോ കാറോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. അങ്ങനെയുള്ള കമ്പാരിസൺ നടത്തുന്നത് മൂലം നിങ്ങൾ നിങ്ങളുടെ സക്സസിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ വരികയും തൽഫലമായി നിങ്ങൾ അവിടെ പരാജയപ്പെടുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഇല്ലാത്തതിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം. അറ്റ് ദ സെയിം ടൈം താങ്കൾക്ക് എന്താണോ കിട്ടിയത് അതിൽ ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക. ഒപ്പം തന്നെ മുന്നേറാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലോട്ട് എത്തിയിരിക്കും. അടുത്ത സ്റ്റെപ്പാണ് സ്പെൻഡ് അക്കോർഡിംഗ് ടു യുവർ ഇൻകം. അതായത് വരവിനനുസരിച്ച് ചിലവാക്കുക. സിമ്പിളായി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 25% നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ നീഡ്സിനായിട്ട് ചിലവാക്കുക. ചിലവരൊക്കെ കാണും ഉള്ളതൊക്കെ പിടിച്ചു വെച്ചിട്ട് വളരെ തുച്ഛം കാശ് കൊണ്ട് പിശുക്ക് ജീവിക്കുന്ന ചിലരുണ്ട്. അവര് വീണ്ടും ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പെൻഡിങ് ബിഹേവിയറും വേണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാലേ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ ഏണിങ്സും നമുക്ക് കിട്ടത്തുള്ളൂ. കിട്ടുന്നതെല്ലാം ദൂർത്തടിക്കണം എന്നല്ല അതിനർത്ഥം. കാശ് മാത്രം ആയിരിക്കരുത് ലൈഫിൽ പ്രയോറിറ്റി. നമ്മുടെ ഫാമിലിയിലുള്ള ആ ഒരു ഹാപ്പിനെസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലിമിറ്റ് വിട്ട് ഒരുപാട് നിങ്ങൾ സമ്പാദിച്ച് ഈവൻ അംബാനിയേക്കാൾ പണക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ വേറൊരു റെസ്പോൺസിബിലിറ്റി കൂടിയും ലൈഫിൽ കടന്നു വരും. എന്താണെന്നറിയോ? ഈ ഉള്ളൊരു മണി എങ്ങനെ മാനേജ് ചെയ്യും, അതെങ്ങനെ സേഫായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഈവൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അതൊക്കെ പെർഫെക്റ്റായി നടക്കുന്നുണ്ടോ എന്നൊരു ചിന്ത എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്തെന്നാൽ കൂടുതൽ കാശ് എന്നതല്ല ഒരാൾ ഏറ്റവും കൂടുതൽ സന്തോഷവാനായിരിക്കുക എന്നതിൻ്റെ മാനദണ്ഡം. നിങ്ങൾ ഏത് പൊസിഷനിലായിക്കോട്ടെ, നിങ്ങളിൽ എത്ര കാശുണ്ടായിക്കോട്ടെ, ഡസൻറ്റ് മാറ്റർ. ആ ഉള്ളതുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഉള്ളതിനോട് നന്ദി പറഞ്ഞ് സ്വന്തം ഫാമിലിയുമായി സന്തോഷം പങ്കിടുകയും ഇല്ലാത്തതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒരു സംശയവുമില്ലാതെ പറയാം, നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ നിങ്ങൾ സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും. അതിൽ ഒരു തർക്കവുമില്ല. യുവർ ടൈം ഈസ് ലിമിറ്റഡ്, സോ ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ലിവിങ് സമ്മൺ എൽസ് ലൈഫ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസിൽ ഒരാളായ സാക്ഷാൽ സ്റ്റീവ് ജോബ് തന്നെ പറഞ്ഞതാണ്.